ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ തിരുവെഴുത്തുകൾ അത് എഴുതപ്പെട്ട ഭാഷയിൽ പുരൽ തിരിച്ച് ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ചോദ്യോത്തര പങ്ക്തി ആരംഭിച്ചത്. കഴിഞ്ഞ 80-ൽ പരം എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നുള്ള വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള അനേകം സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തിരുവചന അടിസ്ഥാനത്തിൽ തന്നെ മറുപടി തരുവാൻ ഡോക്ടർ ബാബുജോൺ വേട്ടമല സാറിൽ കൂടി സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം 1 കൊരിന്ത്യർ 13-ാം അധ്യായം 9-10 വാക്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദൈവവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? അതിനു മുമ്പ് പറഞ്ഞ വാക്യങ്ങളുമായി ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ നമ്മളെ പറ്റിയുള്ള പദ്ധതികളൊന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. അത് ഒറ്റ ദിവസം കൊണ്ടും വൺ സ്ട്രെച്ചിലും ഫുൾഫിൽ ആകുന്നതല്ല. ഇങ്ങനെ ആകാൻ പറ്റത്തേയില്ല. ഈവൻ ദൈവീയ വാഗ്ദത്വങ്ങൾ പോലും അങ്ങനെയാണ്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്വം കൊടുത്തു. അബ്രഹാമിനോട് പറയാം, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ മണൽ പോലെയും ആകുമെന്ന്. അബ്രഹാം മരിക്കുന്നതിന് മുമ്പേ എത്ര എണ്ണത്തിനെ കണ്ടു? എല്ലാം കൂടെ ഒരു 10-14 തന്നെ തികച്ചില്ലെന്ന് വേണേൽ പറയാം. ശരിക്കും കേട്ടോ, അത്രേ കണ്ടുള്ളൂ. അപ്പൊ ആകാശത്തിലെ നക്ഷത്രം അത്രേ ഉള്ളൂ? അല്ലെ കടൽപ്പുറത്ത് അത്രയും മണലേ ഉള്ളൂ? അല്ലല്ല. അപ്പം അബ്രഹാമിന്റെ ഈ ഭൂമിയിലെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ദ ഹോൾ അബ്രഹാം എന്ന ആളിന്റെ എൻറ്റിറ്റിയുടെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. അപ്പം ഈ ഭൂമിയിലെ എക്സിസ്റ്റൻസ് തീർന്നു. എന്നിട്ട് അബ്രഹാം തീർന്നില്ല. വാഗ്ദത്വങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുക, ഇപ്പോഴും നിറവേറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളുടെ ഈ ഐഹിക ജീവിതകാലം എന്ന് പറയുന്ന നമ്മുടെ ഈ എർത്തിലി ലൈഫ് പീരിയഡ്, അത് 60, 70, 80 എത്രയും ആയിക്കോട്ടെ, ആ ഷോർട്ട് സ്പാൻ വെച്ചല്ല ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതികൾ നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാസ്റ്റിംഗ് അൺ ടു ഇറ്റേണിറ്റി. നിത്യത മുഴുവൻ നിലനിൽക്കേണ്ട പദ്ധതികളാണ്. പക്ഷെ നിത്യത മുഴുവൻ നിലനിൽക്കേണ്ട പദ്ധതികളുടെ ഒരു ഭാഗമേ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ദൈവവൈതല. ദൈവവൈതൽ എന്നുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇപ്പോഴായുള്ളൂ. ഭാഗ്യമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. ഇനി ഇതുപോലെ ദൈവത്തിന് എന്നെ പറ്റിയുള്ള പദ്ധതികൾ, അതിൻ്റെ ഒന്നും ഇപ്പം ആയിട്ടില്ലല്ലോ. ഒന്നും ഇപ്പോഴായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഭൂമിയിലായിരിക്കത്തോളം നമ്മൾ താഴ്ചയുള്ള ശരീരത്തിലും താഴ്ചയുള്ള അവസ്ഥയിലുമാണ്. അപ്പം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് നാം ഏകീഭവിച്ചു കഴിഞ്ഞ ശേഷം മാത്രം നടക്കാൻ പാടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നും ഇപ്പം നടക്കാൻ പറ്റത്തില്ല. ഒന്നും ഇപ്പം നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ദൈവവൈതല് തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് തൻ്റെ ഇറ്റേണൽ പ്ലാനുമായിട്ട് തൻ്റെ ഈ ലൗകിക ജീവിതത്തെ കണക്ട് ചെയ്താണ്. ഇറ്റേണൽ പ്ലാനുമായിട്ട് ലൗകിക ജീവിതത്തെ കണക്ട് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇവിടെ തെങ്ങ് വെക്കുന്നു. എനിക്ക് അതിൻ്റെ അകത്ത് തേങ്ങ പറിച്ചു തിന്നാനാണ്, കരിക്ക് കഴിക്കാനാണ്.
ഉം, ഇപ്പം ഈ തെങ്ങ് 100 കൊല്ലം കഴിഞ്ഞ് കായ്ക്കത്തുള്ളൂ. ഉം, പ്രോബബിളി ഞാൻ ആ തെങ്ങ് വെക്കാൻ പോവുകയില്ല. ഉം, എന്തിനാ? ഉം. അതെ. എന്തിനാ? ഉം, അല്ലേ? അല്ലെ പിന്നെ ഉം, മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയണം. അപ്പം നമ്മളിപ്പം ഒരു ഭാഗികമായ ജീവിതമാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ളത്. ഉം, ഓൾ പാർഷ്യൽ. ഉം, ഇനിയും പൂർണ്ണമായതെന്ന് വരുമ്പോൾ ഉം, അതിന് രണ്ടർത്ഥമുണ്ട്. ഉം, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് കംപ്ലീറ്റ്. ഉം, രണ്ട്, ദാറ്റ് ക്യാൻ മേക്ക് യു കംപ്ലീറ്റ്. ഉം. ഓ, അത് തന്നെ പൂർണ്ണമാണ്. ഉം, അതിന് നിന്നെ കംപ്ലീറ്റ് ആക്കാൻ കഴിയും. ഉം. പൂർണ്ണതയിലേക്ക് നയിക്കും. ഉം, നിന്നെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ കഴിയും. ഉം, രണ്ടർത്ഥമാണ് പൂർണ്ണമായെന്ന് പറയുമ്പോൾ. ഉം, അങ്ങനെയാണെങ്കിൽ ആ പൂർണ്ണമായത് എന്തുവാ? ഉം. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ. ഉം, കർത്താവ് യേശു ക്രിസ്തുവാ. ഉം, അപ്പൊ കർത്താവ് യേശു ക്രിസ്തു വന്നതോടുകൂടി നാം തന്നെ മുഖാമുഖമായി കാണുന്നു. ഉം, കാണുമ്പോൾ പിന്നെ ഈ വിശ്വാസം എന്നൊരു സംഗതി ഇല്ല. ഉം. കാര്യം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ചെയ്യണം. ആ, കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു. ഉം, അല്ലേ? രണ്ട്, ഉം, ഇനി പ്രത്യാശിക്കുന്നില്ല. ഉം, കാര്യം പ്രത്യാശയുടെ ഫുൾഫിൽമെന്റ് വന്നു കഴിഞ്ഞു. ഉം, ഇനി പ്രാർത്ഥിക്കുന്നില്ല. ഉം. ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അതെ, അല്ലേ? അതെ. ഉം, അല്ലേ? ഉം, പ്രാർത്ഥിക്കുന്നില്ല. ഉം. ഇനി അതിനുശേഷം പ്രവചന ശുശ്രൂഷയില്ല. ഉം, കാരണം എന്തുകൊണ്ട്? ഇപ്പൊ എനിക്കൊരു പ്രൊഫറ്റിക് മിനിസ്ട്രി ഉണ്ട്, മാമിനില്ല. ഉം. അപ്പൊ ഞാൻ പ്രവചിച്ച് മാമിനെ മനസ്സിലാക്കി തരുന്ന വരാനുള്ള കാര്യങ്ങളെ പറ്റി. അതെ, അതെ. പക്ഷെ നമ്മൾ രണ്ടുപേരും ദൈവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഇനി ഇറ്റേണിറ്റി മുഴുവൻ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം. അതെ. ഉം. ഓക്കെ. ഇനി പ്രവചനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഇല്ല. ഇനി സ്നാന ശുശ്രൂഷയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ സ്നാന ശുശ്രൂഷയുടെ ആവശ്യമില്ല. ഉം. ഇനിയും നമ്മൾ വിശുദ്ധ തിരുവത്താഴ് ശുശ്രൂഷ നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. കർത്താവിനോട് ഒരു ഫോർത്ത് കപ്പ് എന്ന് പറയുന്ന യെസ്. അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ ബാക്കിയുടെ ആവശ്യമില്ല. പിന്നെ അതെ, അതെ. ഫിനിഷ്ഡ്. ഉം, അല്ലേ? ഉം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഉം, നമ്മളിപ്പോൾ ഭാഗികമായിട്ട് ചെയ്യുന്നത്. ഉം, അതിന് വലിയൊരു ഇറ്റേണൽ ട്രൂത്ത് ഉണ്ട്. ഉം, ആ ട്രൂത്തുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും എപ്പോഴും. ഉം, ഇത് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും ഉം, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി. ഉം. ശരി. കർത്താവിൻ്റെ ക്രൂശ് വന്നത്തെ പറ്റി ഓർമ്മയ്ക്കായിട്ട്. ഉം, അല്ലേ? ഉം, നമ്മൾ ചെയ്യും. അപ്പം അത് നമ്മൾ ഇറ്റേണിറ്റിയോട് കണക്ട് ചെയ്യുകയാണ്. ഉം. നമ്മൾ ചെയ്യുന്ന ഓരോന്നും നമ്മൾ സുവിശേഷം ചെയ്യുന്നില്ലേ? ഇപ്പം നമ്മൾ ഇത് അതെ, തന്നെ സുവിശേഷമില്ലേ? അതെ, വചനം അതെ. പോലെ തിരിച്ചു കൊടുക്കുന്ന പറയുന്നത്. യെസ്. അവിടെ നമുക്ക് വചനം പോലെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം മോസ്റ്റ് ഓഫ് വാട്ട് വി സീ, ഉം, വാട്ട് വി ഡു നൗ, അത് ഇറ്റേണിറ്റിയുടെ Yes. എന്താ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഉം, ഇനി കുറെ കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, യഹൂദന്മാരുടെ യെരുശലേം ദേവാലയം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ സമാഗമന കൂടാരമായിരുന്നു. ഉം, ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലൊരു സമാഗമന കൂടാരം ആലയമുണ്ട്, ഉം, അതിൻ്റെ പ്രതീകമാണ്. ഉം, അപ്പം അവിടെ ആരാധന നടത്തുമ്പോഴൊക്കെ അവർ ഇറ്റേണിറ്റിയോട്ട് കണക്ട് ചെയ്യുകയാണ്. ഉം, ഇനി അവരിത് ഇങ്ങനെ ഇറ്റേണിറ്റി ചെന്നു, ഉം. ഇനി ഇറ്റേണിറ്റിയോട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവർ തന്നെ ഇറ്റേണിറ്റി ചെന്നില്ലയോ? അതെ. നിത്യത്തിലെത്തിക്കഴിഞ്ഞ് ഇനി നിത്യത്തോട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉം, ഇല്ലല്ലോ. ഉം, അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ഒരു കാര്യവും പെർഫെക്റ്റ് അല്ല. ഉം, നത്തിങ് പെർഫെക്റ്റ്. ഉം, ഒന്നും പെർഫെക്റ്റ് അല്ല. ഒരു ഭാഗം മാത്രമേ ആകുള്ളൂ. ഉം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങി വരവോട് കൂടിയാണ് അത് കർത്താവാണ് പൂർണ്ണമായത്. ഉം, എങ്ങനെയോ ചില ആൾക്കൊരു ധാരണയുണ്ടായി ഈ ബൈബിളാണ് പൂർണ്ണം. ഉം, ബൈബിൾ വന്നു കഴിയുമ്പോൾ പ്രവചനവും വ്യാഖ്യാനവും ദൂതും വെളിപ്പാടും അന്യഭാഷയും പരിശുദ്ധാത്മാവിൻ്റെ
ഇത്തരം കൃപാവരങ്ങളെല്ലാം നിന്നുപോകും. ഉം, ഉം, അങ്ങനെ പറയാൻ കാര്യം പ്രവചനപരവും മാറിപ്പോവും, ഭാഷാപരവും നിന്നുപോകും ഉം, എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രവചനപരവും ഭാഷാപരവും ഇറ്റ് ഷുഡ് നോട്ട് ബി നെസസറിലി വിത്ത് എ പേഴ്സൺ അണ്ടിൽ ഹി ഡൈസ് എന്നാണ്. ഉം, ഇറ്റ് ഷുഡ് നോട്ട് ബി നെസസറിലി. ഉം, It can be there is nothing wrong in it. ഉം, It can be there is nothing wrong in it. ഉം, But it should not be necessarily. ഉം, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ലെവൽ ഓഫ് സ്പിരിച്വൽ മച്യൂരിറ്റിയിൽ എത്തി എന്നുള്ളതാണ്. ഉം, വാട്ട് ലെവൽ ഓഫ് സ്പിരിച്വൽ മച്യൂരിറ്റി വി ഹാവ് റീച്ച്ഡ് എന്നുള്ളതാണ്. ഉം, ആ ലെവൽ ഓഫ് സ്പിരിച്വൽ മച്യൂരിറ്റിയിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഉം, ദൈവത്തിൻ്റെ വിസ്ഡം നമ്മളിൽ അതിൻ്റെ ഒരു ഹയർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഉം, So in wisdom we know what's going to happen, what is what and which is which. Got me? അപ്പം പ്രവചനപരവും മാറിപ്പോവും, നീങ്ങിപ്പോവും, ഭാഷാപരവും നിന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം പിന്നെ ഭൂമിയിൽ പ്രവാചകന്മാരെ കാണത്തില്ല. അതെ അതെ അതിന്റെ കുറച്ച് ആവശ്യം കഴിയുമ്പോൾ ആരും അന്യഭാഷ പറയത്തുമില്ല. ഉം, എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധ തിരുവഴുത്തിനെ പറ്റിയുള്ള അറിവ് വളരെ 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 ലഘുവാണ്. ഉം, ലിമിറ്റഡ് നോളജേ ഉള്ളൂ. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഉം, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ്. അപ്പം ഈ ഓരോ കൃപാവരങ്ങളും ഉം, ഒരു വ്യക്തിയുടെ പേഴ്സണൽ എഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് എന്നതിലുപരി ഉം, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എഡിഫിക്കേഷൻ ഉണ്ട് തന്നേക്കുന്നത്. ഉം, ഇറ്റ് ഈസ് ഫോർ ദ ചേർച്ച്. ഉം, ഞാൻ പ്രവചിക്കുന്നത് എൻ്റെ സഭയ്ക്ക് വേണ്ടിയാ. ഓക്കെ ഉം, എനിക്കൊരു രോഗശാന്തി ശുശ്രൂഷയുള്ള എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്. ഉം, എനിക്ക് ഭാഷാപരമുള്ള എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്. ഉം, എൻ്റെ ഓരോ പരിശുദ്ധാത്മ വരങ്ങളും ദൈവസഭയ്ക്ക് വേണ്ടിയാ. ദൈവസഭയുടെ കോമൺ ഗ്രോത്തിന് വേണ്ടിയാ. ഉം, അപ്പം ഞാനെന്ന ഇൻഡിവിജ്വൽ തന്നെ പ്രവചിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സമയം ആ ചർച്ചിലുണ്ടാവും. ഉം, ഒരു വേറെ പ്രവാചകന്മാർ എഴുതേറ്റു. ഉം, അതെ ഞാനാണ് ഇവിടെ മൂത്ത പ്രവാചകൻ, ഇവിടെ വേറെ ആരും പ്രവചിക്കരുത് അതെ ഉം, ഉം, എന്ന് പറയണ്ട. ഉം, വേറെ ആൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ ഈ ഇത് രോഗശാന്തി വരം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ രോഗം എല്ലാം സൗഖ്യമാക്കാനും എൻ്റെ വീട്ടുകാരുടെ രോഗം സൗഖ്യമാക്കാനും അല്ല. സഭയുടെ ഇറ്റ്സ് ഫോർ ദ കോമൺ ബ്ലെസ്സിങ്, ബെനിഫിറ്റ്, ഗ്രോത്ത്, എഡ്യൂക്കേഷൻ ഓഫ് ദ ചർച്ച്. നാളെ പിന്നെ രോഗശാന്തി വരെയുള്ള വേറെ രണ്ടുപേരും എൻ്റെ ചർച്ചിലുണ്ടായി. I can stop. I can sit back and relax. Because the young generation are doing it. Let them do it. Yeah. ആ അർത്ഥത്തിലാണ് അതിനെപ്പറ്റി പൗലോസ് പറഞ്ഞത്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ വ്യാപാരത്തെപ്പറ്റി മൊത്തമായിട്ട് അടച്ച് നീ അങ്ങ് തള്ളിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ ഇനി വ്യാഖ്യാനിക്കാൻ പോയാൽ നിന്റെ വ്യാഖ്യാനം മുഴുവൻ തെറ്റാ. പിടിയോ? പരിശുദ്ധാത്മ കൃപകളെ പറ്റി, കൃപാവരങ്ങളെ പറ്റി, ആത്മപ്രവർത്തനങ്ങളെ പറ്റി അടച്ച് നിന്നുപോയി. വേദപുസ്തകം പബ്ലിഷ് ചെയ്തോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്നു. നീ അടച്ചങ്ങ് തള്ളിക്കളയാ. തള്ളിക്കളഞ്ഞിട്ട് പിന്നെ ഇനി വ്യാഖ്യാനിക്കാൻ പോവാ. നീ തന്നെ വ്യാഖ്യാനിക്കാൻ തീർന്നില്ലയോ? എടാ, ഇനിയും പരിശുദ്ധാത്മാവിന്റെ ഒരൊറ്റ പ്രവർത്തനത്തെ പറ്റി നിനക്ക് മിണ്ടാൻ അവകാശമില്ല. കാര്യം എന്താ? നീ വിശ്വസിക്കുന്നത് വേദപുസ്തകം പ്രിന്റ് ചെയ്ത് വന്നു എന്നുള്ള കിട്ട കാരണം കൊണ്ട് പരിശുദ്ധാത്മ പ്രവർത്തനം ഭൂമിയിൽ അവസാനിച്ചതാണ്. ഇതൊക്കെ ദൈവമക്കളെ എന്തുമാത്രം മിസ്ലീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് ടെറിബിളി മിസ്ലീഡിങ്. Terribly misleading. So that's what I got to tell about it, madam. No, Yes. that's it. Okay, thank you. പൗലോസിന് ദൈവം കൊടുത്ത ആ ഒരു റെവലേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അമേസിംഗ്. It's really amazing because the thing is, he suffered for it and then he gained it.
Yes. He suffered for it and then he gained it. അപ്പം ഒരാൾ അതിനുവേണ്ടി എന്തുമാത്രം സഫർ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് ഒരാൾക്ക് Okay. ലഭിക്കുന്നതായ എല്ലാ അബ്രഹാം. കൃപാവരങ്ങളുടെയും ഡെപ്ത് എന്ന് പറയുന്നത്. അതെ, എല്ലാ കൃപാവരങ്ങളും ഉം. അയാൾ അതിനുവേണ്ടി എന്തുമാത്രം സഫർ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. അതെ. നത്തിങ് ഹാപ്പൻസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്തൗട്ട് സഫറിങ്. Without suffering. അവിടെ Yes. അവിടെ ഹീറോ എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ. ഉം. The person who is able to suffer more than others. Yes. He who has suffered more than anybody else of his contemporaries ഉം. is the hero of the time. ഉം. Yes. That's it. Is the hero of the time. Yes. ആ സഫറിങ് ഒഴിവാക്കുന്ന ആൾക്കാരുണ്ട്. ഉം. ഉം. ആ സഫറിങ് ഒഴിവാക്കുന്നവരുണ്ട്. ഉം. സഫറിങ് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവര് സഫറിങ് ഫേസ് ചെയ്തവരുടെ അത്രയും ഹീറോസ് ആകത്തില്ല. ഉം. നമ്മളത് എബ്രായ ലേഖനം പൊരുൾ തിരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഉം. ഇപ്പം നമുക്ക് എബ്രായ ലേഖനം പൊരുൾ തിരിക്കാൻ സമയമില്ല. Okay, okay, ആ okay. സമയം വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. So, thank you very much, sir. കേൾക്കാം. അടുത്ത ചോദ്യം, ഉം. ബൈബിളിൽ യേശുക്രിസ്തുവിന് ശേഷം പൗരോഹിത്യമില്ല എന്ന് യേശു പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉം. മത്തായി സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ കുഷ്ഠരോഗിയോട് പുരോഹിതനെ സന്ദർശിക്കുവാനും വഴിപാട് കൊടുക്കുവാനും കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. ഉം. കർത്താവ് പൗരോഹിത്യത്തെ വിമർശിക്കുന്നതല്ലാതെ അതിനെ നിരോധിക്കുന്നുണ്ടോ? ലേഖനങ്ങളിൽ, പ്രത്യേകിച്ചും എബ്രായ ലേഖനം 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ ഇനി മുതൽ പൗരോഹിത്യം ഇല്ല എന്നുള്ളത് അസന്നിഗ്ധമായി പറയുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകന്റെ ചോദ്യം. ഓക്കെ, ആ പ്രേക്ഷകന്റെ ചോദ്യം നല്ല ചോദ്യമാണ്. ഉം. അപ്പോൾ ആ പ്രേക്ഷകന്റെ ചോദ്യത്തിന് ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം മറുപടി പറഞ്ഞ ഉം. ഇങ്ങനല്ലതേ ഉള്ളൂ. ഉം. ഒരു ഉദാഹരണത്തിൽ കൂടെയാണ്. ആ ഉദാഹരണം ഇപ്പോഴും ഉദാഹരണമുള്ളൂ. ഉം. ഒരു രാമേന്ദ്രൻ നായർ ആനയെ കണ്ടിട്ടില്ല. ഉം. രാമേന്ദ്രൻ നായർ പറയുന്നത് ഇങ്ങനൊരു ജീവി ഇല്ലെന്ന. ഉം. അപ്പോഴാണ് അമ്പലത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്നു ഒരു ആനയെ കൊണ്ടുവന്നു. ഉം. പിള്ളേരിന്ന് രാമേന്ദ്രൻ നായരോട് പറഞ്ഞു, ഇതാ ആനയുണ്ട് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത്. ഉം. രാമേന്ദ്രൻ നായർ ഒന്നിൻ്റെ ചുറ്റും നോക്കി, ചെവിയൊക്കെ മറിച്ച് നോക്കി, വാലൊക്കെ പൊക്കി നോക്കി, കാലിൻ്റെ ഇടയിൽ കൂടെ നോക്കി. എന്നിട്ട് രാമേന്ദ്രൻ പറഞ്ഞു, ഇത് ആനയല്ല. എന്തുകൊണ്ട് ആനയല്ല? ആനയാണെങ്കിൽ ആനയെന്ന് ഒരൊറ്റ പ്രാവശ്യം ഇതിൻ്റെ മേത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ആനയാന്ന് ഒരൊറ്റ പ്രാവശ്യം ഇതിൻ്റെ മേത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലേ? ഈ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പം പൗലോസും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും വളരെ റൂഡെന്ന് നമുക്ക് തോന്നുന്ന മറുപടി പറയത്തുള്ളൂ, അഡ്രസ് ചെയ്യത്തുള്ളൂ. ഉം. അല്ലയോ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഉം. ഹേ ബുദ്ധികെട്ട ഗലാത്യരെ, ഈ ഇഡിയോട്ടിക് ഗലേഷ്യൻസ്. ഉം. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരാളെ ഇഡിയറ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രോബ്ലമാണ് അത്? ഇവിടെ വിളിക്കാൻ പോകുന്നില്ല, വേറൊരു കാര്യം. പൗലോസ് ചോദിക്കുക, ബുദ്ധിയില്ലാതെ ഈ ഇഡിയോട്ടിക് ഗലേഷ്യൻസ്, ഉം. ആരാണ് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത്? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ കണ്ണിന് മുമ്പ് വരച്ചം കാണിച്ചില്ലേ? എന്നിട്ട് അല്ലേ, നീങ്ങിപ്പോയ പൗരോഹിത്യത്തെ പറ്റിയും ഉം. ബെറ്റർ ദാൻ ദാറ്റ്, ഉം. ദാ ഇവിടെ ഒരാള് മൽക്കീസ്. നമ്പർ 1, പഴയ നിയമ പ്രവാചകന്മാരെല്ലാവരെക്കാട്ടിലും ശ്രേഷ്ഠൻ. അപ്പം ഇനി നിങ്ങൾ ആരുടെ അടുത്ത് പോകണ്ട? ഉം. പഴയ നിയമ പ്രവാചകന്റെ അടുത്ത് വീണ്ടും പോകണ്ട, പുതിയൊരു കാര്യം കേൾക്കാൻ. ദാ ഇവിടെ ഒരാള് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശമാകിയാണ്. അപ്പം നിങ്ങൾ ഇനി ദൂതനെ വിളിച്ചു നോക്കണ്ട. ഉം. ദാ ഇവിടെ ഒരാള്, ഉം. ആരാണ് ഇയാള്? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, ഉം. സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് വഹിക്കുന്നവൻ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ഉം. ദൈവസിംഹാസനത്തിന് വലത് ഭാഗത്തിരിക്കുന്നവൻ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ദൈവപുരോഹിതന്മാരെന്തോ ചെയ്യുന്നത്? ആണ്ടിലാണ്ട് വരുത്തിക്കൊണ്ടിരിക്കുക.
ഇനി നിങ്ങൾ ആണ്ടിലാണ്ടിലുള്ള അതിൻ്റെ അടുത്ത് പോകണ്ട. ഒന്നാമത്തെ ക്ലിയർ ആയിട്ട് പറയാം, ഇനി പോകേണ്ട ആവശ്യമില്ല. കാരണം പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് കയറിയിരിക്കുക. ആര്? അഹരോനിലും വലിയവൻ. ഇവിടെ ഇതാ മോശയിലും വലിയവൻ. അല്ലേ? വന്ന് എന്ത് ചെയ്തു? അവർക്ക് ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ദൈവസിംഹാസനത്തിന് വലതുഭാഗത്തിരുന്നു. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് മുഴുവൻ താൻ എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ലയോ? താനത് ഏറ്റെടുത്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇവരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ മാമന് കുറച്ചുകൂടെ പിന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ പറയാം. മാമന് മനസ്സിലായെന്ന് എനിക്കറിയാം. യു ആർ ബ്രില്യൻറ്റ്. ബാംഗ്ലൂരിലൊരു ക്രൈം നടന്നു. ഒരു കട കുത്തിപ്പൊളിച്ച്, സ്വർണ്ണക്കട കുത്തിപ്പൊളിച്ച് ആഭരണം കുറേ പേർ പൊട്ടിച്ചുകൊണ്ടുപോയി. പെട്ടെന്ന് ബാംഗ്ലൂർ സ്റ്റേറ്റ് പോലീസ് കേസെടുത്തു. അപ്പോൾ രണ്ടും പോവുകയാണ്. മനസ്സിലായി? അവർ പറഞ്ഞ അമേരിക്കയിൽ പോകുന്ന പ്രതി അന്വേഷിച്ച് മറ്റിടത്ത് പോകുന്ന. ഇവർക്ക് ടൈം കൊടുത്തു. നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവർക്ക് 3 മാസം അല്ല 6 മാസം കൊടുത്തു. ഇവർക്ക് ഒരു പ്രതിയെ പോയിട്ട് പൂഞ്ഞാനെ പോലും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? നഷ്ടം വന്ന മുതലാളി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്തു. കോടതി അത് നേരെ CBIക്ക് കൊടുത്തു. CBI 3 മാസം കൊണ്ട് അരിച്ചു പറക്കി ഈ പ്രതികളെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്ത് കേസും ചാർജ് ചെയ്ത് കോടതിയെ കൊടുത്തു. കോടതി അവന്മാരെല്ലാം 25 കൊല്ലത്തിന് ശിക്ഷിക്കാൻ വിധിച്ചു. ഇതൊന്നും അറിയാവുന്നത് കണ്ടു ലോക്കൽ പോലീസുകാർ വരെ ഇപ്പോഴും എന്ത് ചെയ്യാണ്? സ്വർണ്ണക്കട പ്രതി അന്വേഷിച്ച് നടക്കുക. അവന് എന്തോ ചെയ്യാം. അവന് നിലവാരം എന്തുവാ? ഏകയാഗത്താൽ വിശ്വസിക്കുന്നവർക്ക് സൽഗുണ സമ്പൂർത്തി വരുത്തി, അല്ലേ? പാപങ്ങൾക്ക് ഒരിക്കലായിട്ട് പരിഹാരം വരുത്തി. ഫിനിഷ് ചെയ്തു. പുരോഹിതൻ ചെയ്യേണ്ട ജോലി മുഴുവൻ ഫിനിഷ് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്തു? മൽക്കീസദേക്കിന്റെ കർമ്മപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ, ആകാശത്തിൽ കിടക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, വലിപ്പവും തികവുമുള്ള വേറെ ആലയത്തിൽ കൂടെ, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത അവിടെ പോയി എന്നേക്കുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇനിയും പുരോഹിതൻ, ഈ ഭൂമിയിലെ പുരോഹിതൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. ഇനി ദൈവത്തിന് മനുഷ്യന് മധ്യസ്ഥന് ഒരുത്തൻ, ആ ഒറ്റ ഒരാൾ മാത്രം നിൽക്കുക. ആ സമയത്ത് നമ്മളിവിടെ കുറച്ച് ചിരട്ടക്കരിയൊക്കെ പോകച്ച് എന്തോന്നും മനസ്സിലായിട്ട് ചോദിക്കും. അത് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇനി പൗരോഹിത്യം പാടില്ലെന്ന്? എന്തിനങ്ങനെ പറയുന്നത്? പറഞ്ഞില്ലേ, CBI കേസെടുത്ത് പ്രതികളെ മുഴുവൻ പിടിച്ചു, ശിക്ഷിച്ചു കഴിഞ്ഞു. ഞാൻ ജയിലിൽ കിടക്കുക. ഇതൊന്നും അറിയാതെ 2 ലോക്കൽ പോലീസുകാരൻ ഇതിലെ സ്വർണ്ണ മോട്ടറിനെ അന്വേഷിച്ച് നടക്കുക എന്ന് പറയും പോലെ ഇത് കർത്താവ് ഫുൾഫിൽ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും ബൈ നോ പോസിബിൾ മീൻസ് ഭൂമിയിൽ ഒരാൾക്കും ഞാൻ പുരോഹിതനാണെന്ന് പറയാനുള്ള റൈറ്റില്ല. ഇതുപോലെ അഹരോന്യ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യം പറഞ്ഞ് ഈ കാണുന്ന ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഈ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ തലപ്പാവും, ഈ പതക്കവും, ഈ ഏഫോദും, പിന്നെ ഈ അരക്കെട്ടും, ഈ വസ്ത്രം, ഇത് മുഴുവനും അഹരോന്യ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യമാണെന്ന് പറയാണ്. കർത്താവിനെ നീക്കി എന്നുള്ളതാണ് ക്ലിയർ.
Yeah, yeah, yeah. അത് ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് ഏത് സോറി പിന്നെ എബ്രായ ലേഖനം എഴുതിയത്. എബ്രായ ലേഖനത്തിന് വേറെ ഒറ്റ പേർപ്പസും ഇല്ല. ഓൺലി വൺ പേർപ്പസ്. ഇനിയും നിങ്ങൾ അതിനകത്ത് പോകരുത്. യു ഗോട്ട് നത്തിങ് ടു ഡു ദെയർ. യു ഗോട്ട് നത്തിങ് ടു ഡു ദെയർ എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകം വരെ ബൈബിളിൽ എഴുതി. ചോദിക്കുക എബ്രായനത്തെ എവിടാ പറഞ്ഞിരിക്കുന്നത്? എന്താ ഇതിന് പറയേണ്ടത്? ദൈവസന്നിധി പോയിരുന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ തിരുവെഴുത്തുകളെ പൊരുൾ തിരിച്ചുതരാൻ തിരികെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമെന്ന്. ജ്ഞാനിയായ സലോമൻ പ്രാർത്ഥിച്ചില്ലേ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എൻ്റെ കണ്ണൊന്ന് പ്രകാശിപ്പിക്കണമെന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ മണ്ടനായിട്ടൊരു ബുദ്ധിയുമില്ല, അതുകൊണ്ട് എനിക്കിതൊന്ന് കാണാൻ എൻ്റെ കണ്ണൊന്ന് തെളിയിച്ചു തരണമെന്ന് പോയി ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. കാരണം തങ്ങളിൽ ജ്ഞാനം കുറവായിപ്പോയവൻ ഫലിച്ചിക്കാതെ ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ചാൽ മതി, അല്ലേ? ദൈവം തരും. അത് മാത്രമേ ഈ ചോദ്യം ചോദിച്ച ആളിനോട് എനിക്ക് മറുപടി പറയാനുള്ളൂ. കർത്താവിന്റെ പരമയാഗത്തിൽ എല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. Absolutely completed. Absolutely. ഇനി എന്തിനാ പഴയ പോലീസ് പണിയുടെ ആവശ്യം എന്താ? ഈ തീർത്തില്ലേ? Nothing is left to do. Nothing is left to do. Nothing, absolutely nothing is left to do. Yes. It was a clear illustration, sir. അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ ബെഥസ്ദാ കുളത്തിൽ ദൂതൻ വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധിയുള്ളവനായാലും സൗഖ്യം വരും എന്ന് കാണുന്നു. ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത്, ഈ സൗഖ്യം പഴയ നിയമത്തിലോ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ ഉള്ളതാണോ, അതോ ഒരു സാങ്കല്പിക സംഭവമെന്നേ ഉള്ളോ? ഓക്കെ, ഈ സൗഖ്യം ഒന്ന് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സൗഖ്യമാണ്. രണ്ടും നമ്മൾ വ്യത്യാസം. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഹീലിംഗ് മിനിസ്ട്രി ഇൻസ്റ്റന്റ് ഹീലിംഗ് ആയിരുന്നു. സൗഖ്യമാകുക എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സൗഖ്യമായിരുന്നു. ആ പറയുന്നതും ഈ സംഭവിക്കുന്നതിന് ഇടയ്ക്ക് ടൈം ഗ്യാപ്പില്ല. അതാണ് പുതിയ നിയമത്തിലെ സൗഖ്യം എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ. പഴയ നിയമത്തിൽ അങ്ങനല്ല. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്നു. മരിക്കും ദൈവം പറഞ്ഞു. അവൻ കടന്ന് കരഞ്ഞു വിളിച്ചു. ദൈവം യെശയ്യാവിനെ പറഞ്ഞു വിട്ടിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ഒരു അത്തിപ്പഴക്കൊട്ട കൊണ്ടുവന്നു. അപ്പോൾ ആ പഴുത്ത അത്തിയെ അതിൻ്റെ ആ സ്കിൻ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ അവൻ്റെ മുറിവേൽ വെക്കും. അപ്പോൾ ഒന്നത് ക്ലീൻ ചെയ്യും, രണ്ട് ജേംസ് നല്ലപോലെ അബ്സോർവ് ചെയ്യും. അങ്ങനെ ഒരു ടൈം കൊണ്ടാണ് അവൻ്റെ ഇത് മാറുന്നത്. അപ്പം ഏലിശ താൻ താമസിച്ച വീട്ടിലെ മകനെ സൗഖ്യമാക്കുന്നു. തബീദഖും എന്ന് കർത്താവ് പറഞ്ഞ പോലൊന്നുമല്ല. ചെന്ന് കട്ടിലിൽ ശവശരീരത്തിന്റെ മണ്ടയ്ക്ക് കയറി തൻ്റെ അവൻ്റെ മൂക്കോട് തൻ്റെ വായ അവൻ്റെ വായോടെ തൻ്റെ കൈ അവൻ്റെ കൈയോട് ഇങ്ങനെ കിടന്ന് ബ്രീത് ചെയ്ത് എത്രയോ പ്രാവശ്യം കൊണ്ട് അവസാനം കർത്താവേ ഈ കുഞ്ഞിൻ്റെ ജീവൻ അവനിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏലിശയുടെ വശക്കേട് വന്നു. ഇങ്ങനൊന്നുമല്ല കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതോ അല്ലെങ്കിൽ യായിറാസിന്റെ മോളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതൊന്നും അല്ലേ. ഒന്ന്, അതൊരു ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീലിംഗിന്റെ മിറക്കിളിന്റെ ഒരു രീതിയാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം പറയാൻ പോണേ. നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾക്ക് അതിനെപ്പറ്റി ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ളത് ആരാന്നുള്ളത് നോക്കണ്ടേ. ആ ഭാഗത്തെ പറ്റി ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ളത് ആരാന്നുള്ളതാണ്. ഈ ഭാഗത്തെ പറ്റി ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചിട്ടുള്ളത് ഈ ആൽഫ്രഡ് എഡർഷെയിം എന്ന് പറയുന്ന ഒരു യഹൂദന. പുള്ളി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ തിയോളജിയുടെ പ്രൊഫസറായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചേർച്ചിലൊക്കെ പോയിട്ടുണ്ട്, ഹോക്കിങ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത്.
ഓക്കെ. അദ്ദേഹത്തിൻ്റെ ചേർച്ചൊക്കെ ഇപ്പോഴും ഉണ്ട്. ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹം ഈ ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത്രയും ഭംഗിയായിട്ട് വേറെ ആരും പറഞ്ഞിട്ടുമില്ല. ഒരു ഒരു ഇൻ്റർപ്രിട്ടേഷനും പറഞ്ഞിട്ടില്ല. ഈ ചില ഭാഗങ്ങൾ ബൈബിളിൽ, എനിക്ക് KP ഓവൻ്റെ ബൈബിൾ എനിക്കറിയത്തില്ല, ഇന്ത്യ സൊസൈറ്റിയുടെ ബൈബിളിൽ ബ്രാക്കറ്റിലിട്ടിരിക്കുന്നു. ഓക്കെ. വായിച്ചു വരുമ്പോൾ ചില ഭാഗം ബ്രാക്കറ്റിലിട്ടിരിക്കും. എന്തുകൊണ്ടാണ് ബ്രാക്കറ്റിലിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാക്കറ്റിലിടുമ്പം ആ ട്രാൻസ്ലേഷന് വേണ്ടി സഹായിച്ച ഒരു യഹൂദൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യഹൂദനാണ് പറഞ്ഞേ അത് ബ്രാക്കറ്റിലിടാൻ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള കാരണം, ഈ പർട്ടിക്കുലർ സംഭവം വളരെ പോപ്പുലറായിട്ട് ആളുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പറച്ചിലാണ്. ഓക്കെ. എവിഡൻസ് ഇല്ല. കേരളത്തിൽ ഈ തിരുവോണത്തിൻ്റെ തലേ ദിവസം എല്ലാ വർഷവും മഹാബലി വരും. ഇതൊരു പുള്ളി ആരും കണ്ടിട്ടില്ല. ഐതിഹ്യം. അതൊരു ഐതിഹ്യമാണ്. ഇവിടെ ഐതിഹ്യമല്ല. ഐതിഹ്യത്തിന് നമുക്ക് ഒരു എവിഡൻസും ഇല്ല. ഇവിടെ 2 എവിഡൻസ് ഉണ്ട്. ഒന്ന്, വെള്ളം അനങ്ങുന്നു. 2 രോഗികൾ സൗഖ്യമാകുന്നു. ഐതിഹ്യത്തിൽ എവിഡൻസ് ഇല്ലല്ലോ. പക്ഷെ ഇവിടെ സംഭവിക്കാത്ത വരുന്നത് ഒന്ന്, ഈ ദൂതനെ ആരും കണ്ടിട്ടില്ല. സമയാസമയങ്ങളിൽ ദൂതൻ ഇറങ്ങുന്നില്ല വരുന്നേ. വെള്ളം അനങ്ങി എന്നുള്ളതുകൊണ്ട് ദൂതൻ ഇറങ്ങി എന്ന ആൾക്കാർ വിശ്വസിക്കുന്നു. ചേടാ, ഇത് ശരിയാണെന്ന് അറിയണമല്ലോ. ശരിയാണെന്നറിയാം. നോക്കാം, ഈ ട്രിവാൻഡ്രത്ത് നമ്മൾ ജംഗ്ഷനുണ്ട്, കിഴക്കക്കോട്ടയിൽ നിന്ന്. കിഴക്കക്കോട്ട ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഒരു തടാകമുണ്ട്. പക്ഷെ അവിടെ നിന്നല്ല, കുറച്ച് ദൂരം നമ്മൾ നടന്നു, ഒരു 1/4 മൈൽ നടന്നാലേ റൈറ്റിലോട്ട് തിരിക്കും ശ്രീവരാഹൻ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ശ്രീവരാഹം തോന്നുന്നു. ഇത് വലിയൊരു കുളമാണ്. എനിക്കൊന്ന് ഒരു 5 ഏക്കർ ചതുരശ്രതിയിലൊരു കുളമാണ്. ഞാനിങ്ങനെ ശാന്തമായിട്ട് അവിടെ പോയിരിക്കുമായിരുന്നു. നമ്മൾ ഈ നല്ല ക്വയറ്റ് ഈവനിങ്ങിൽ ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാറ്റടിക്കും പോലും നമ്മൾ ഉച്ചരം കൊണ്ട് നോക്കുന്ന വെള്ളത്തിൽ ഭയങ്കര ഇളക്കം കാണാം. അത് മിക്കവാറും എല്ലാ തടാകത്തിൻ്റെ സ്വഭാവമാണ്. തടസ്സമായിട്ട്. അപ്പോൾ ഇത് പക്ഷെ അത്രയും ഓപ്പൺ അല്ല. ഒരു ചെറിയ പ്രദേശക്കുളം എന്ന് ഒരു ചെറിയ തടാകം, ചെറിയതാണ്. വെള്ളത്തിനാണെങ്കിൽ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ചാടുക. അപ്പോൾ ആദ്യം ചാടിയവൻ സൗഖ്യമായി എന്നുള്ള വിശ്വാസം അവനങ്ങ് പോവുക. ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമായി ആരും കണ്ടിട്ടില്ല. 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൂതനെ ആരും കണ്ടിട്ടില്ല. വെള്ളം അനങ്ങി, ആരോടില്ലാത്ത വെള്ളത്തിലാണെങ്കിൽ അത് ദൂതനായിരിക്കും. വിശ്വാസം. 2, ആദ്യം ഇറങ്ങിയവന് സൗഖ്യമായെന്ന് അവനെ വിശ്വസിക്കുന്നു. ഓക്കെ, അതും ആരും കണ്ടില്ല. പിന്നെ വാർത്ത അറിയുന്നു, അവന് സൗഖ്യമായി കേൾക്കുന്നു. അപ്പം അതുകൊണ്ട് ആണ് ഇതിനെ ഈ ബ്രാക്കറ്റ്, ഇങ്ങനെ നമുക്ക് വേറെ സംഭവങ്ങൾ വേറെ ഉണ്ട്. അവിടെ ഒക്കെ വരുന്നുണ്ട്, ബ്രാക്കറ്റ് അടിക്കുമായിരുന്നു. ഇനിയിപ്പോൾ KP ഓവനാനോ പ്രീമിയർ ബൈബിളോ അല്ലെങ്കിൽ ദാനിയേൽ ബൈബിളോ ഒക്കെ ഇത് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ അവരുടെ റെഫറൻസുകളൊക്കെ നോക്കിയിട്ടുണ്ട്. അവർ റെഫറൻസ് എഴുതിയവരെ പലരും ഒരു കഴമ്പുള്ളവരല്ല. ഈ ആളുകളെ മാക്സിമം വിമർശിച്ച് അവരെ വേദനിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് മിണ്ടായിരിക്കില്ലെന്നുള്ളതാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. അത് കാര്യം കഴമ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതാ ഏറ്റവും നല്ല സ്കോളർ ഇദ്ദേഹമാണ്. ഇദ്ദേഹം അത് കണ്ടെത്തിയിരിക്കുന്നത്, ഇദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് റിമാർക്ക് എഴുതണം. റിമാർക്ക് എഴുതിയിരുന്നെങ്കിൽ ഐ കുഡ് സേ വെൽ, നമുക്ക് അത് ട്രസ്റ്റ് വർത്തിയാണെന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പം
യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ അത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ഒരു മാതൃകയായിരുന്നു. സെക്കൻഡ്, ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ദെയർ. ഓക്കെ, താങ്ക് യു. No clear evidence for the healing or the നോ ക്ലിയർ എവിഡൻസ് പറഞ്ഞാൽ ആരും ഓൺ ദ സ്പോട്ട് ഹീലിങ്ങിന് എവിഡൻസ് ഇല്ല. കുളത്തിൽ നിന്ന് കയറി വരുമ്പോഴേ ശുദ്ധമായി വരുന്നു, സൗഖ്യമായി വരുന്നു, അങ്ങനെ എവിഡൻസ് ഇല്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത്. So thank you very much, sir. നോ പ്രോബ്ലം. പൂർത്തിയാകുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ്. അതിന്റെ സമയത്ത് അതിനുള്ള ഉത്തരം ഡോക്ടർ ബാബു ജോൺ സർ നൽകുന്നതായിരിക്കും. May God bless you. Thank you once again. Thank you.